ഞാൻ പറഞ്ഞതാ അമ്മമ്മയുടെ അലമാര ഞാൻ തൊടണ്ട. അമ്മമ്മ എന്തിനാ വഴക്ക് പറയാ എന്നൊക്കെ പറഞ്ഞതാ. അവരാരും അത് കേട്ടില്ല അമ്മേ. പൈസ എടുത്തത് അവരാണ്, ഞാനല്ല. സത്യാണ് അമ്മമ്മേ, ഞാൻ എടുത്തില്ല. എന്നിട്ടത് നീ ഇത്രയും ദിവസമായിട്ട് ഇവിടെ പറഞ്ഞോടി? ഇല്ലല്ലോ. ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെ നുണ പറഞ്ഞു നീ. നിനക്ക് നല്ല കിട്ടാത്തതിന്റെ കുറവ് തന്നെയാ ഇത്. പറഞ്ഞിട്ട് ആരോടും പറയരുതെന്ന് പേടിച്ചിട്ട് പറയാഞ്ഞതാ അമ്മമ്മേ. അത് ശരി, അമ്മമ്മയെ പേടിയാണെങ്കിൽ നിനക്ക് എന്നോട് പറയായിരുന്നല്ലോ. നീ എന്നോട് ഇതുവരെ അത് പറഞ്ഞോ? ഇപ്പോഴല്ലേ പറയുന്നേ? എന്നെ അടിക്കല്ല അമ്മമ്മേ, എനിക്ക് വേദനിക്കുന്നു. എന്നെ അടിക്കല്ല, എന്നെ നുള്ളല്ലേ. അയ്യോ അമ്മേ, വേദനിച്ചിട്ട് അയ്യേ. അമ്മമ്മ നുള്ളല്ലേ, അടിക്കുന്നേ. ഇവളോടുള്ള കലിപ്പ് എനിക്ക് തീരുന്നില്ല എന്റെ പൊന്നുമായേ. ഇവളെ ഞാൻ കൊല്ലാൻ പോവുകയാ. എന്റെ അലമറ തുറന്നിട്ട് പൈസ എടുക്കാൻ മാത്രം ഈ അസത്ത് വിത്ത് വളർന്നോ? അവൾക്ക് ഇനിയും ഇതുപോലെ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ ഇനിയും ഇതുപോലെ ചെയ്യും. അത് പാടില്ല. നിന്റെ നിന്നൊക്കെ നന്നായിട്ട് മോഷ്ടിക്കുന്നുണ്ടാവും ഇവള്, നീ അത് അറിയാനിട്ടാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എന്റെ അടുത്ത് എടുത്താലൊക്കെ ഞാൻ അറിയും. ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. അല്ലെങ്കിലും ഇവളെ പറയുമ്പോ നിനക്ക് പൊള്ളുമല്ലോ. ഇവളെ പറയാൻ പാടില്ലല്ലോ. ഇവളെ ഇത്രയും വലിയ പൈസ അലമാരയിൽ നിന്ന് എടുത്തിട്ട് വീട്ടിലുള്ളവരോട് പറയാതെ മിഠായും വാങ്ങിച്ച് തിന്ന് നടക്കുന്നവളാ. നിനക്കതറിയോ? അതൊന്നും ഞാനല്ല അമ്മമ്മേ. അമ്മമ്മ എന്നെ ഒരുപാട് അടിച്ചില്ലേ. ഞാനല്ല അതൊന്നും ചെയ്തേ. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. തീരെയും ശിവയും ഒക്കെയാണ് അമ്മമ്മയുടെ അലമാരയിൽ നിന്ന് പൈസ എടുത്തേ. ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല അമ്മേ. സത്യമായിട്ടും ഞാനല്ല. അമ്മ എന്നെ വിശ്വസിക്കാം അമ്മേ, ഞാനല്ല. എന്നോടിത് നീ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ഇത് അമ്മ ചോദിച്ച് പിടിക്കുമെന്നായപ്പോൾ അവളുടെ ഒരു സത്യം പറച്ചില്. നീ എന്നോട് മിണ്ടാനേ വരണ്ട ദേവാ, നീ എന്നോട് മിണ്ടണ്ട. നീ ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ടും നീ ഇതുവരെ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. ചെയ്തതോ ചെയ്തു, അതിനു ശേഷമെങ്കിലും പറയണ്ടേ? എന്നെ വഴക്ക് പറയല്ല അമ്മേ. ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ. ഇവളുടെ അഭിനയം എനിക്ക് അങ്ങ് തീരെ പിടിക്കുന്നില്ല. ഇവളെ ഞാൻ ചാവിട്ടി കൂട്ടി കൊല്ലുമടി. ഇനി എന്റെ അലമാര തുറക്കുമോ? എന്റെ അലമാരയിൽ നിന്ന് പൈസ എടുക്കുവാടി നീ? നിനക്ക് എന്താടി? എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ അലമാര ഇനി നീ തുറക്കാനോ തൊടാനോ പാടില്ല. ആരുടെ അലമാരയും നീ തുറക്കാനോ തൊടാനോ പാടില്ല. നിന്നെ ഞാൻ ചാവിട്ടി കൊല്ലും. ചാവിട്ടി ഞാൻ കൊല്ലും നിന്നെ. ഇവളെ ഞാൻ ചാവിട്ടി കൊല്ലുമായേ. എന്റെ കലിപ്പ് മാറുന്നില്ല. ഗ്യാസത്തിനെ എടുത്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്ക. അതിന് തന്നെയാ ഞാൻ വരുന്നേ. അമ്മ എന്താണ് ഈ ദേവിയെ കാണിക്കുന്നേ? ചവിട്ടി ആ കുട്ടിയെ ഒരു വിധമാക്കിയല്ലോ. അവളുടെ നെഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അമ്മയ്ക്ക് എന്നാ തീരെ ബോധമില്ലേ? ഇല്ലടേ, ഇല്ല. അല്ലെങ്കിലേ എനിക്ക് ഈ അസത്തിനെ കണ്ടുകൂടാ. അതിൻ്റെ ഇടയിൽ ഇമ്മാതിരി പരിപാടി കൂടി ചെയ്താ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഇനി മതി. എന്ത് ചവിട്ടാണമ്മ ആ കുട്ടിയെ ചവിട്ടിയത്? നെഞ്ചിനോ മറ്റോ വല്ലോ പറ്റിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? ഹോസ്പിറ്റലിൽ കൊണ്ട് പോകേണ്ടി വരും മിക്കവാറും. ഇങ്ങ് വാ ദേവാ, അമ്മയുടെ പൊന്നിങ്ങ് വാ. അമ്മയോടൊരു വാക്ക് പറയാനിട്ടല്ലേ അമ്മ മിണ്ടാതിരിക്കുന്നേ? എന്തായിരുന്നു? സാരമില്ല, ഇനി ആരും കാട്ടില്ല. അങ്ങനെ നീ ഏളന്തം കൊഞ്ചിച്ച് ഇവിടെ വരെ എത്തിച്ചു. ഇനി നിന്റെ മണ്ടയിൽ നിന്നും എന്തെങ്കിലും പോകണം. അപ്പോഴേ നീ പഠിക്കൂ. അവള് ചെയ്ത തെറ്റിന് അമ്മ ആവശ്യത്തിൽ കൂടുതൽ അവളെ ഉപദ്രവിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കി. ഞാൻ ഈ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. വീർപ്പ് മുട്ടി കരയുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. സഹിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാടി അവൾക്കിട്ട് കൊടുത്തേ. അവളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നേ.